ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വണ്ണമുള്ള ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് എങ്ങനത്തെ കുർത്തീസ് ഇട്ടാലായിരിക്കും കുറച്ചും കൂടി നന്നാവുക, കുറച്ചും കൂടി ബെറ്റർ ആവുക. അപ്പോൾ നമ്മളെപ്പോഴും കുർത്തി വാങ്ങാൻ പോകുമ്പോഴായാലും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യിക്കാൻ പോകുമ്പോഴായാലും എപ്പോഴും കൺഫ്യൂഷനാണ്. എങ്ങനത്തെ രീതിയിലുള്ള കുർത്തികൾ ഇട്ടാലാവും കുറച്ചും കൂടി നന്നായിരിക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി മെലിഞ്ഞ പോലെ തോന്നുക എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ നമ്മളെ ഈ തടിച്ച ഭാഗം കുറച്ചും കൂടി അറിയാതിരിക്കുക എന്നൊക്കെ ഉള്ള ചിന്ത ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ ഏത് തരത്തിലുള്ള കുർത്തീസ് ഇട്ട് കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവുക എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഉണ്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കുർത്തീസ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ സൈഡിൽ ഫോട്ടോസും കാണിക്കാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കുർത്തി എന്ന് പറയുന്നത് എ ലൈൻ കുർത്തിയാണ് കേട്ടോ. എ ലൈൻ കുർത്തി പറയുന്നത് ആ പേരിലുള്ള പോലെ തന്നെ ഒരു എ ഷേപ്പിലുള്ളൊരു കുർത്തിയാണ്. അതായത് മുകളിൽ നമുക്ക് ഇങ്ങനെ ഷേപ്പായിട്ട് കിടന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്ലെയറായ പോലെ അങ്ങനത്തെ കുർത്തീസാണ് എ ലൈൻ കുർത്തീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിടുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഹൈറ്റ് വെച്ച പോലെ, അതേപോലെ തന്നെ നമ്മളെ ഷേപ്പ് ഒന്നെടുത്ത് കാണിക്കും. അതേപോലെ തന്നെ നമുക്കൊന്നും കൂടി മെലിഞ്ഞ പോലെ തോന്നാനും ഒന്ന് സഹായിക്കുന്ന ഒരു കുർത്തിയാണ് എ ലൈൻ കുർത്തീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ലൈൻ കുർത്തീസാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അനാർക്കലി കുർത്തീസാണ് കേട്ടോ. അനാർക്കലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ഷേപ്പിലും പിന്നെ അങ്ങോട്ട് നല്ല ഫ്ലയറിലും കിടക്കും, അത്യാവശ്യം നല്ല ഫ്ലയർ ഉണ്ടാവും. അപ്പോൾ ഒരു പാർട്ടിക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിലൊക്കെ ഈ കുർത്തീസ് ബെസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഷേപ്പിൽ കിടന്നിട്ട് പിന്നെ അങ്ങോട്ട് നല്ല ഫ്ലയറിലും കിടക്കുന്ന രീതിയിലുള്ള കുർത്തീസാണ് അനാർക്കലി കുർത്തീസ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല ലോങ്ങിൽ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു അത്യാവശ്യം ലോങ്ങിൽ അടുപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി സ്ലിമ്മായി തോന്നിക്കാൻ, അതേപോലെ തന്നെ നമ്മൾ ഈ വയറിൻ്റെ ഭാഗത്തുള്ള തടിയൊക്കെ ഒന്നും കൂടി കുറച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അനാർക്കലി കുർത്തീസാണ് സെക്കൻഡ് ആയിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. അപ്പോൾ നമ്മുടെ തേർഡ് വൺ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് കട്ട് കുർത്തീസാണ്. സ്ട്രൈറ്റ് കട്ട് കുർത്തീസ് എന്ന് പറയുമ്പോൾ ഫ്ലയറൊന്നും ഇല്ലാതെ നേരെ ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് താഴെ വരെയുള്ള കുർത്തീസാണ് സ്ട്രൈറ്റ് കട്ട് കുർത്തീസ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം ലോങ് ഉള്ള കുർത്തീസ് ആയിരിക്കും. ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ലെഗിൻസിൻ്റെ കൂടെ പലോസോൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ലിമ്മായ പോലെ തോന്നിക്കും. അതേപോലെ തന്നെ മറ്റുള്ള കുർത്തീസ് ഇട്ടതിനേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ ഹൈറ്റ് വെച്ച പോലെ തോന്നിക്കാൻ പറ്റിയൊരു കുർത്തിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മളെ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മെലിഞ്ഞ പോലെ ഉണ്ടാവും, അതേപോലെ തന്നെ നന്നായിട്ട് ഹൈറ്റ് വെച്ച പോലെ തോന്നും കേട്ടോ. ഇതാണ് നമ്മുടെ തേർഡ് വൺ എന്ന് പറയുന്നത്. അടുത്ത കുർത്തി എന്ന് പറയുന്നത് ഒരു എംബർ ലൈൻ കുർത്തീസാണ് കേട്ടോ. എംബർ ലൈൻ കുർത്തീസ് എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ താഴത്ത് നിന്ന് സെയിം ടൈപ്പായിട്ട്, സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന പോലത്തെ കുർത്തീസ്. അത് ഈ വയറിനൊക്കെ കുറച്ച് വണ്ണമുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ, വയറൊക്കെ കുറച്ചുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇത്. അതായത് വയറ് കാണിക്കാതിരിക്കാനും വയറ് മറച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കുർത്തി മോഡലാണിത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എംബർ ലൈൻ കുർത്തിയാണ് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് കുർത്തി എന്ന് പറയുന്നത് കഫ്താൻ കുർത്തിയാണ്. കഫ്താൻ കുർത്തി ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു സാധനം. കഫ്താൻ കുർത്തി ഉണ്ട്, അതേപോലെ തന്നെ കഫ്താൻ നൈറ്റി ഉണ്ട്. അതായത് ഒരു ബട്ടർഫ്ലൈൻ്റെ പോലെ ഈ കഫ്താൻ കുർത്തി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഷേപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുകയില്ല. ശരിക്കും ഒരു ബട്ടർഫ്ലൈ ലുക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ കഫ്താൻ കുർത്തി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ വണ്ണമുള്ളവർക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കഫ്താൻ കുർത്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലെയേർഡ് കുർത്തീസാണ്. ലെയേർഡ് കുർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ലെയേഴ്സ് ഉള്ള കുർത്തീസ്. ഇതിട്ട് കഴിഞ്ഞാലും തന്നെ വണ്ണമുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വണ്ണം കുറഞ്ഞ പോലെ തോന്നിക്കും, അതേപോലെ തന്നെ കുറച്ച് ഹൈറ്റ് വെച്ച പോലെ തോന്നിക്കും. അതാണ് ഈ കുർത്തീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയാണ്. ജാക്കറ്റ് സ്റ്റൈൽ കുർത്തി എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ടോപ്പ് നമ്മൾ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ മുകളിൽ അത്യാവശ്യം നല്ല വർക്കുള്ളൊരു ലോങ് ജാക്കറ്റോ അല്ലെങ്കിൽ ഷോർട്ട് ജാക്കറ്റോ നമ്മൾ ഇടുക. ഇത് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത കുർത്തി എന്ന് പറയുന്നത് അസിമെട്രിക് കുർത്തീസാണ്. അസിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഫ്രണ്ടിൽ ഇങ്ങനെ കയറി നിന്നിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ കോണായിട്ട് പോകുന്ന രീതിയിലുള്ള കുർത്തീസാണ്. ഇതും വണ്ണമുള്ളവർക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ്.
ഇതിട്ട് കഴിഞ്ഞാലും നമ്മളെ വണ്ണം ഒരു പരിധി വരെ കുറഞ്ഞതായിട്ട് തോന്നിക്കും. അടുത്ത് നമ്മളെ കുർത്തി എന്ന് പറയുന്നത് ഫ്രണ്ട് സ്ലീറ്റ് കുർത്തിയാണ്. അതായത് നമ്മളെ കുർത്തീൻ്റെ താഴെ ഭാഗത്ത് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു സ്ലീറ്റ് വരുന്ന പോലെ, ഒരു ഓപ്പൺ വരുന്ന പോലത്തെ രീതിയിലുള്ള കുർത്തിയാണ് അടുത്ത കുർത്തി എന്ന് പറയുന്നത്. ഇതിട്ട് കഴിഞ്ഞാലും നമ്മൾ തടി ഒന്ന് കുറഞ്ഞതായിട്ട് തോന്നിക്കും. അതേപോലെ തന്നെ നമ്മളൊന്ന് ഹൈറ്റ് വെച്ചതായിട്ടും തോന്നിക്കും. ഇതും വണ്ണുള്ള ആൾക്കാർക്ക് ഒരു നല്ല ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മുടെ നെക്സ്റ്റ് കുർത്തി എന്ന് പറയുന്നത് അംഗ്രക കുർത്തീസാണ് കേട്ടോ. അംഗ്രക കുർത്തീസ് ഇതാണ് നമ്മളെ ലാസ്റ്റ് കുർത്തിയും. അംഗ്രക കുർത്തീസ് എന്ന് പറഞ്ഞാൽ ഒരു പുരാതന കുർത്തി സ്റ്റൈലാണ് കേട്ടോ. കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള കുർത്തി സ്റ്റൈലാണ്. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കെട്ട് വരുന്ന പോലത്തെ ഒരു കുർത്തിയാണ് അംഗ്രക കുർത്തി എന്ന് പറയുന്നത്. ഇത് അനാർക്കലി ആ ഒരു കുർത്തിയായിട്ട് കുറച്ചൊക്കെ ഒരു മാച്ചിങ് ഉള്ള ഒരു കുർത്തിയാണ്. അപ്പോൾ ഈ ഒരു കുർത്തി ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര രസമായിരിക്കും കാണാൻ. അതേപോലെ തന്നെ വണ്ണുള്ള ആൾക്കാർ ഒന്ന് വണ്ണം കുറഞ്ഞതായിട്ടും പിന്നെ നല്ല ഒരു ക്യൂട്ട് ലുക്ക് നൽകാനും ഈ ഒരു കുർത്തി സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ കുർത്തിയാണ് നമ്മുടെ ലാസ്റ്റ് കുർത്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ചിലർക്കൊക്കെ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു യൂസ്ഫുള്ളായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.